2025 ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ടീം. നിലവിൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പര നേട്ടം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ കരുത്തരായ ഇംഗ്ലണ്ടിനെ കെട്ടുകെട്ടിച്ചതുകൊണ്ട് മാത്രം ടൂർണമെന്റിലെ മികച്ച ടീമായി ഇന്ത്യ മാറുന്നില്ല. ചില പ്രധാന ദൗർബല്യങ്ങൾ ടീമിന് വലിയ തിരിച്ചടിയായി മാറിയേക്കും. ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ടീമിന്റെ ആദ്യത്തെ ദൗർബല്യമായി പറയാവുന്നത് ബാറ്റിംഗ് നിരയിലെ പ്രശ്നങ്ങളാണ്. മുൻ നായകനും സ്റ്റാർ ബാറ്ററുമായ വിരാട് കോഹ്ലി ഇപ്പോഴും യഥാർത്ഥ ഫോമിലേക്ക് ഉയർന്നിട്ടില്ല. പരിക്ക് കാരണം ആദ്യ കളി നഷ്ടമായ അദ്ദേഹം രണ്ടാം ഏകദിനത്തിലൂടെ ടീമിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും മികച്ചൊരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ ഇതുവരെ ആയിട്ടില്ല. വിരാട് കോഹ്ലിയുടെ മാത്രമല്ല, KL രാഹുലിന്റെയും മോശം ഫോം ഇന്ത്യക്ക് തലവേദനയാണ്. ഗൗതം ഗംഭീർ കോച്ചായ ശേഷം അദ്ദേഹത്തിന് ഫേവറേറ്റ് ബാറ്റിംഗ് പൊസിഷനായ 5ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനായിട്ടില്ല. അതിലും താഴെയാണ് രാഹുലിനെ ടീം മാനേജ്മെന്റ് അയക്കുന്നത്. ഈ കാരണത്തിൽ താരം ബാറ്റിംഗിൽ നിരന്തരം ഫ്ലോപ്പായി കൊണ്ടിരിക്കുകയാണ്. കോഹ്ലിക്കൊപ്പം രാഹുലും ഫ്ലോപ്പ് ഷോ തുടർന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ അത് ടീം ഇന്ത്യയെ കൂടുതൽ ദുർബലപ്പെടുത്തും. മോശം ഫോമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നായകൻ രോഹിത് ശർമ്മ ഇംഗ്ലണ്ടുമായുള്ള 2ാം ഏകദിനത്തിൽ കിടിലൻ സെഞ്ചുറിയുമായി സന്തോഷിക്കാൻ വക നൽകുന്നുണ്ട്. പക്ഷേ സ്ഥിരത രോഹിത്തിന് ഇപ്പോഴും വലിയ പ്രശ്നമാണ്. ഇന്ത്യൻ ടീമിന്റെ രണ്ടാമത്തെ വീക്ക്നെസ് ബൗളിംഗിലാണ്. 2023 ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിലെത്താനുള്ള പ്രധാന കാരണം ബാറ്റിംഗും ബൗളിംഗും ഒരുപോലെ മിന്നിച്ചതായിരുന്നു. പക്ഷേ ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യൻ ബൗളിംഗിനെ കുറിച്ച് നമ്മൾക്ക് ഈ തരത്തിൽ പറയാൻ കഴിയില്ല. ഇന്ത്യ പാകിസ്ഥാൻ ചിരവൈരി പോരാട്ടം നടക്കാനിരിക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബുംറയുടെ ബൗളിംഗിലേക്കായിരുന്നു. പരിക്കേറ്റ് വിശ്രമിക്കുന്ന സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ടീമിൽ നിന്ന് പുറത്തായിരുന്നു. ബുംറയുടെ അഭാവം ഇന്ത്യക്ക് കടുത്ത തിരിച്ചടിയാകുമെന്ന് നിസ്സംശയം പറയാം. പരിക്കിൽ നിന്നും മോചിതനായി മറ്റൊരു സീനിയർ ഫാസ്റ്റ് ബൗളറായ മുഹമ്മദ് ഷമി ഇപ്പോൾ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലൂടെ തിരിച്ചെത്തിയെങ്കിലും അത്ര മികച്ച ഫോമിലല്ല കാണപ്പെടുന്നത്. ഇത് ടീമിന്റെ ഫാസ്റ്റ് ബൗളിംഗെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ ബൗളിംഗ് നിരയുടെ പ്രകടനം എങ്ങനെ ഉണ്ടാകുമെന്ന് കണ്ടറിയണം. ബുംറ, ഷമി എന്നിവരെ മാറ്റി നിർത്തിയാൽ ഹർഷ്ദീപ് സിംഗ് മാത്രമാണ് ഇന്ത്യൻ സംഘത്തിൽ പ്രതീക്ഷയുള്ള ഏക ഫാസ്റ്റ് ബൗളർ. പക്ഷേ അദ്ദേഹം മാത്രം വിചാരിച്ചാൽ കളി ജയിപ്പിക്കാനാവില്ല. ഹർഷ്ദീപിനെ പിന്തുണയ്ക്കാൻ മറ്റൊരു മികച്ച ഫാസ്റ്റ് ബൗളർ ഇല്ലെന്നത് വലിയ പ്രശ്നം തന്നെയാണ്. മുഹമ്മദ് സിറാജിനെ ടീമിൽ നിന്ന് തഴഞ്ഞതു കാരണമാണ് ഇന്ത്യക്ക് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. സ്പിൻ ബൗളിംഗിലും ഇന്ത്യക്ക് ആശങ്കകളുണ്ട്. കുൽദീപ് യാദവാണ് ഇന്ത്യയിലെ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ. പക്ഷേ പരിക്കിന് ശേഷം ടീമിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം പഴയ ഫോമിലല്ല. ഇംഗ്ലണ്ടുമായുള്ള ആദ്യ ഏകദിനത്തിൽ കുൽദീപിന്റെ പ്രകടനം ശരാശരിയിൽ ഒതുങ്ങിയിരുന്നു. ബുംറ, ഷമി, കുൽദീപ് എന്നീ 3 പേരും ഒരുപോലെ തിളങ്ങിയെങ്കിൽ മാത്രമേ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മുന്നേറ്റം എളുപ്പമാവുള്ളൂ.